Good afternoon. Good afternoon, ma'am. Good afternoon, all. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എവിടം വരെ പറഞ്ഞു നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? എവിടം വരെയാണ്? ലാസ്റ്റ് ക്ലാസ്സിൽ എവിടം വരെ പറഞ്ഞു നിർത്തിയത്? പ്രോസസ്സിംഗ് വരെയാണ്. പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആക്കിയല്ലേ? ഇനി നമുക്കൊരു കംപ്ലീറ്റ് ആക്കിയോ? Yes, ma'am. ഓക്കെ. ഇനി നമ്മള് ഒരു ജസ്റ്റ് എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. ഇവിടെ ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ്സിംഗിന്റെ ഒരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. അത് എങ്ങനെയാണ് അത് ക്ലെയിം പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു എന്താ പറയുക ഒരു ഇമേജസിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഫസ്റ്റത്തെ ആണ് കസ്റ്റമർ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പേഷ്യന്റിന് എന്തെങ്കിലും അസുഖമോ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുറൻസിന്റെ കാർഡോ അല്ലെങ്കിൽ ഇൻഷുറൻസിന്റെ ക്ലെയിമോ റെഡീം ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. ദ കസ്റ്റമർ അപ്രോച്ച് ദ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ഫോർ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്. ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമർ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിനെ അപ്രോച്ച് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും ഹോസ്പിറ്റൽ വെരിഫൈ കസ്റ്റമർ ഡീറ്റെയിൽസ്, നമ്മൾ കൊടുക്കുന്ന ഇൻഷുറൻസ് ID കാര്യങ്ങളും നമ്മുടെ പോളിസി ഡോക്യുമെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യും. ആൻഡ് സെൻഡ് പ്രീ ഒതന്റിഫിക്കേഷൻ ബൈ ഫാക്സ്. ഇത് നമ്മൾ ഫാക്സ് ആർക്കയക്കും, ഇൻഷുറൻസ് കമ്പനിക്ക് അയക്കും. ഈ ഒരു എക്സാമ്പിള് ബജാജ് അലയൻസ് ആണ്, അതുകൊണ്ട് ആ ഒരു കമ്പനിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫാക്സ് അയക്കുന്നത്. അപ്പോ ബജാജ് അലയൻസ് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അയച്ചിരിക്കുന്ന ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്ത് ഈ പോളിസിയുടെ ബെനിഫിറ്റ്സ് ഈ ഒരു പേഷ്യന്റിന് കിട്ടാൻ അർഹതയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് ഹോസ്പിറ്റലിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമുക്കത് 3 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മുടെ ഹോസ്പിറ്റലിനോട് 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റത്തേതാണ് അപ്രൂവൽ. നമ്മൾ അപ്രൂവ് ചെയ്യുകയാണ്, ഫസ്റ്റ് തന്നെ വരുമ്പോൾ അപ്രൂവ് ചെയ്ത് വിടാണ്. അങ്ങനെയാണെങ്കിൽ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അപ്രൂവൽ ലെറ്റർ കൊടുക്കും. നമ്മൾ ബജാജ് അലയൻസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് അപ്രൂവൽ ലെറ്റർ ഹോസ്പിറ്റലിലേക്ക് സെൻഡ് ചെയ്യും. ഹോസ്പിറ്റൽ എന്ത് ചെയ്യും, അഡ്മിറ്റ് ചെയ്യും. ദ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ദ പേഷ്യന്റ് വിത്തൗട്ട് എനി ഡെപ്പോസിറ്റ്. വേറെ ഡെപ്പോസിറ്റ് ഒന്നും സ്വീകരിക്കാതെ നമ്മൾ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യും, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് പ്രൊവൈഡ് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്. നമ്മൾ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. ഏത് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ ആ അപ്രൂവൽ ലെറ്റർ കിട്ടിയ ഉടനെ തന്നെ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും, ഡെപ്പോസിറ്റ് ഒന്നും സ്വീകരിക്കില്ല. Okay. Pay non-medical expense and co-payment before discharge before the hospital. ഇനി നമ്മൾ എന്തെങ്കിലും നോൺ ക്യാഷ് അല്ലെങ്കിൽ നോൺ മെഡിക്കൽ എക്സ്പെൻസ് ഉണ്ടോ, മെഡിക്കൽ എക്സ്പെൻസ് റിലേറ്റഡ് അല്ലാത്ത മറ്റേതെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് പേഷ്യന്റ് കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും. ഡിസ്ചാർജ് ചെയ്യുന്ന വരെയുള്ള മറ്റെന്തെങ്കിലും ചെലവുകൾ ഉണ്ടെങ്കിൽ മാത്രം. ക്ലെയിം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് നമ്മൾ പേ ചെയ്യേണ്ടതില്ല. ഓക്കെ. ഇനി രണ്ടാമത്തെ രീതി എന്ന് വെച്ചാൽ ഡിനൈൽ ആണ്. എന്ന് വെച്ചാൽ അത് ക്യാൻസൽ ചെയ്യാണ് അല്ലെങ്കിൽ റിജക്ട് ചെയ്യാണ്. അപ്പൊ റിജക്ട് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ലെറ്റർ ഹോസ്പിറ്റലിന് ഇൻഷുറൻസ് കമ്പനി കൊടുക്കും. ആ ലെറ്ററിന് പറയുന്ന പേര് ഡിനൈൽ ലെറ്റർ സെൻഡ് ബൈ ബജാജ് അലയൻസ് ആണ്. അവര് റിജക്ട് ചെയ്തു, ഇന്ന കാരണം കൊണ്ടാണ് ഞങ്ങൾ ഈ പോളിസി അല്ലെങ്കിൽ ഞങ്ങൾ ഈ ക്ലെയിം റിജക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവർക്ക് ആ ലെറ്റർ സെൻഡ് ചെയ്ത് കൊടുക്കും. Hospital admits the patient as a cash patient and the patient has to pay the fees. നമ്മൾ ആ പേഷ്യന്റിനെ ക്യാഷ് പേഷ്യന്റ് ആയിട്ട് സാധാരണ പേഷ്യന്റ് ആയിട്ട് തന്നെ അഡ്മിറ്റ് ചെയ്യും. ആ പേഷ്യൻസ് എന്ത് ചെയ്യേണ്ടി വരും, ബില്ല് പേ ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ക്ലെയിം റീഇംബേഴ്സ്മെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ക്ലെയിം. നമ്മള് ക്യാഷ് കൊടുത്ത ട്രീറ്റ്മെന്റ് ബില്ലൊക്കെ നമ്മുടെ ഭാഗത്ത് കറക്റ്റ് ആണെങ്കിൽ, നമ്മുടെ ഭാഗത്ത് എന്താണ് ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും റീഇംബേഴ്സ്മെന്റ് ഓഫ് ക്ലെയിമിന് വേണ്ടി കൊടുക്കാനായിട്ട് പറ്റും. ക്ലെയിം വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ചിട്ട് അപ്പീല് കൊടുക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ ഡിനൈ ചെയ്തു വിചാരിക്കും. അല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ ആണ് എൻക്വയറി ചെയ്യും. എന്ന് വെച്ചാല് നമുക്ക് ഇൻഷുറൻസ് കമ്പനിക്ക് എന്താണ് കറക്റ്റ് അസുഖമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എൻക്വയറി ലെറ്റർ സെൻഡ് ബൈ ബജാജ് അലയൻസ്. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ആ ഒരു എൻക്വയറി ലെറ്റർ സെൻഡ് ചെയ്യും. ദ ഹോസ്പിറ്റൽ ഫാക്സ് ദ റിപ്ലൈ ഫോർ ദ ക്വയറീസ് ആസ്ക്ഡ് ബൈ ദ ഡോക്ടർ.
നമ്മൾ ആ ഡോക്ടറിനോട് ചോദിച്ചിട്ട് ഇവർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഡൗട്ടുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ ക്ലിയർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ബജാജ് അലയൻസിന് ആ ലെറ്റർ അല്ലെങ്കിൽ വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ ബജാജ് അലയൻസ് വേണമെങ്കിൽ അപ്രൂവ് ചെയ്യാം ഓർ ഡിനൈ ചെയ്യാം, അത് അവരുടെ ഓപ്ഷനാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞത് ഒരു പ്രോസസ്സാണ്, നമ്മുടെ ഒരു ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിമിന്റെ പ്രോസസ്സാണ് നമ്മൾ ഈ ഒരു ഇമേജിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരു പേഷ്യന്റ് ക്യാഷ്വൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ഹോസ്പിറ്റലിൽ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വെരിഫൈ ചെയ്തിട്ട് നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് അത് സെൻഡ് ചെയ്ത് കൊടുക്കും. ഇൻഷുറൻസ് കമ്പനി അത് പരിശോധിച്ച് 3 രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു റെസ്പോൺസ് കൊടുക്കാൻ പറ്റും. ക്ലെയിം ഒക്കെ കറക്റ്റ് ആണ്, പോളിസിക്ക് മുടക്കൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ പോളിസിക്ക് പേ ചെയ്യുന്ന ഒരാളാണ്, അവർ പറഞ്ഞ രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ then അദ്ദേഹത്തിന് ഈ ക്ലെയിം എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഡിനൈ ചെയ്യാം ഓർ സോറി എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് എൻക്വയറി ചെയ്യാം. അപ്രൂവ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് കമ്പനി അപ്രൂവൽ ലെറ്റർ ആണ് സെൻഡ് ചെയ്യുന്നത്. അപ്രൂവൽ ലെറ്റർ കിട്ടിയ ഉടനെ തന്നെ ഹോസ്പിറ്റൽസ് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. മറ്റു ഡെപ്പോസിറ്റ് ഒന്നും വാങ്ങിക്കില്ല. then ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു കേസിൽ എന്തെങ്കിലും നോൺ മെഡിക്കൽ എക്സ്പെൻസ് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ മറ്റേതെങ്കിലും സർവീസ് എടുക്കുകയാണെങ്കിൽ മാത്രം ആ നോൺ മെഡിക്കൽ എക്സ്പെൻസിന് പൈസ ആര് കൊടുക്കേണ്ടതായിട്ട് വരും, പേഷ്യന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. മറ്റ് എക്സ്പെൻസുകളെല്ലാം ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, മീറ്റ് ചെയ്യുന്നത്. പിന്നെ ഡിനേ ആണ് ചെയ്യുന്നതെങ്കിൽ ഡിനേ ലെറ്റർ കൊടുക്കേണ്ടി വരും. റിജക്ട് ചെയ്തു എന്നുള്ള കാര്യം അത് കാരണം സഹിതം ബോധിപ്പിച്ചുകൊണ്ട് ഒരു ലെറ്റർ ഹോസ്പിറ്റലിൽ സെൻഡ് ചെയ്യും. ഹോസ്പിറ്റലിൽ അപ്പോൾ നമ്മുടെ പേഷ്യന്റ് ക്യാഷ്ലെസ് പേഷ്യന്റ് ആയിട്ടായിരിക്കില്ല ട്രീറ്റ് ചെയ്യണത്, ക്യാഷ് പേഷ്യന്റ് ആയിട്ട് സാധാരണ പേഷ്യന്റ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യണത്. അവര് ബില്ലുകൾ പേ ചെയ്യേണ്ടി വരും, ഔട്ട് ഓഫ് പോക്കറ്റ് അവരുടെ പോക്കറ്റിൽ നിന്ന് പേ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ലാസ്റ്റ് ഈ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ക്ലെയിമിന് റീഇംബേഴ്സ്മെന്റിന് അപ്പീൽ അല്ലെങ്കിൽ കേസ് കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റും. ഇനി ഇൻഷുറൻസ് കമ്പനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, നമ്മളിപ്പോ ഈ ഒരു പോളിസി അല്ലെങ്കിൽ ഈ ഒരു ക്ലെയിമിനെ കുറിച്ച് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഹോസ്പിറ്റലിന് ഒരു കൊറിയർ ലെറ്റർ കൊടുക്കുക. അപ്പൊ ഹോസ്പിറ്റല് എന്ത് ചെയ്യും, ഈ ഇൻഫർമേഷൻസ് ഡോക്ടറിനോട് ചോദിച്ചിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയതിനു ശേഷം ആ ഇൻഷുറൻസ് കമ്പനിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇൻഷുറൻസ് കമ്പനിക്ക് വീണ്ടും അത് അപ്രൂവ് ചെയ്യണോ ഡിനൈ ചെയ്യണോ എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഈ ഒരു പ്രോസസ്സാണ് ഓരോ ഇൻഷുറൻസ് ക്ലെയിമുകളും ആ ഇൻഷുറൻസ് കമ്പനിയുടെ മുമ്പിൽ വരുമ്പോൾ അവർ ചെയ്യുന്ന സ്റ്റെപ്പുകളാണ് പറഞ്ഞത്. ഒന്ന് വായിച്ചു നോക്കിയേ. ആ ഒരു രീതിയിൽ വായിക്കണം. ഞാൻ പറഞ്ഞ ഓർഡറിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് വായിക്കാം. ദെൻ 3 കാര്യങ്ങൾ അപ്രൂവ് ചെയ്ത് ഡിനൈ ചെയ്യാം, ചെയ്യാം. ആ 3 സ്റ്റേജസ് എന്താണെന്ന് വായിച്ചു നോക്ക്. കൊറിയയുടെ കേസിലാണെങ്കിൽ വീണ്ടും ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മൾ റെസ്പോൺസ് അയക്കും. ദെൻ അപ്പൊ അവർക്ക് തീരുമാനിക്കുന്നത് റിജക്ട് ചെയ്യണോ അപ്രൂവ് ചെയ്യണോ എന്നുള്ള കാര്യം. വായിച്ചു കഴിഞ്ഞൊന്ന് മെസ്സേജ് അയക്കണേ. ഓക്കെ, ജസ്റ്റ് ഒരു ഇലിസ്ട്രേഷൻ പോലെ അവർ കാണിച്ചിരിക്കുന്നതാണ്, അതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി പറയുന്നത് ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ്സ് ആൻഡ് മാനേജേഴ്സ്. ഹോസ്പിറ്റൽസിലെ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഡീൽ ചെയ്യുന്ന ആൾക്കാരെയാണ് സാധാരണയായിട്ട്, അല്ലെങ്കിൽ ആ ഇൻഷുറൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വിചാരിക്കുന്ന നിസ്സാരമാണെന്നല്ല, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ആർക്കുണ്ട്, ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ്സ് ഓർ മാനേജേഴ്സിനുണ്ട്. അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കാം കേട്ടോ.
responsible for supervising the insurance operations and designing, implementing and training the hospital staff on insurance protocol. നമ്മൾ ഇൻഷുറൻസ് കമ്പനിയുടെ ഓപ്പറേഷൻസ് എല്ലാം സൂപ്പർവൈസ് ചെയ്യുക, അവരുടെ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുക, ഇത് എങ്ങനെയൊക്കെയാ പോകേണ്ടത്, ഏത് ഫോർമാറ്റിലാണ് പോകേണ്ടത്, അതേപോലെ നമ്മുടെ ഹോസ്പിറ്റൽസിലെ സ്റ്റാഫിന് ഇതിനെ കുറിച്ചിട്ട് ഈ ഇൻഷുറൻസ് ക്ലെയിം അല്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം എങ്ങനെയാണ് കൊടുക്കേണ്ടത് അതിനെ കുറിച്ചിട്ടുള്ള ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യാം അക്കോർഡിംഗ് ടു ഇൻഷുറൻസ് പ്രോട്ടോകോൾ പ്രകാരമുള്ള. ഓക്കെ, നെക്സ്റ്റ് ആണ് സൂപ്പർവൈസ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ മെഡിക്കൽ സർവീസ് ടു ഇൻഷുറൻസ് കമ്പനി, ഇൻഷുറൻസ് ആൻഡ് കോർപ്പറേറ്റ്സ്, പേഷ്യൻസ് ആൻഡ് കസ്റ്റമേഴ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. നമ്മൾ മെഡിക്കൽ സർവീസുകൾ എന്തൊക്കെയാണ് ഇൻഷുറൻസ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ പേഷ്യൻസിന് എന്തെല്ലാം സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് സൂപ്പർവൈസ് ചെയ്യാം, അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ട പ്രോസസ്സിംഗ് തുടങ്ങുന്നത് എവിടെ നിന്നാണ്, ആരാണ് ചെയ്യുന്നത്? ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ആണ് ഈ ഒരു കാര്യം ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ഇൻഷുറൻസ് കമ്പനിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പ്രോസസിംഗ് ഓഫ് പേഷ്യന്റ് ഇൻഷുറൻസ് ക്ലെയിം, ഓരോ പേഷ്യന്റും ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്സ് എടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവിനാണ്. Then effective collaboration with the insurance company. നമ്മൾ നല്ല രീതിയിൽ ഇൻഷുറൻസ് കമ്പനിയായിട്ട് നല്ല ടേംസിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് വർക്ക് ചെയ്യാനായിട്ട്. എന്നാലാണ് നമ്മുടെ ക്ലെയിമുകളൊക്കെ അധികം ലാഗ് ഇല്ലാതെ അല്ലെങ്കിൽ അധികം ലേറ്റ് ആകാതെ അവരെന്ത് ചെയ്യുള്ളൂ, പേയ്മെന്റ് നല്ല കൊളാബറേഷനോട് കൂടി വർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ടു മാക്സിമൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ അവരുടെ ക്ലെയിമുകളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്, ഇൻഷുറൻസ് ക്ലെയിമോ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പേഷ്യൻസിന്റെ ഇടയിൽ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കൂട്ടാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ടു എൻഹാൻസ് ദ ഇമേജ് ഓഫ് ഹോസ്പിറ്റൽ. ഇത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഇമേജ് എൻഹാൻസ് ചെയ്യാനായിട്ട് കാരണമാവും. എന്ന് വെച്ചാൽ നമ്മളും ഇൻഷുറൻസ് കമ്പനിയും നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സോ അപ്പൊ പെട്ടെന്ന് തന്നെ ഇൻഷുറൻസ് ഒക്കെ പാസ്സാക്കി വരുമ്പോൾ നമ്മുടെ പേഷ്യൻസിന്റെ ഇടയിൽ നല്ല ഹോസ്പിറ്റലാണ്, അവിടെ വെച്ച് ചെന്നിട്ട് എനിക്ക് ₹1 പോലും ചെലവായില്ല, അല്ലെങ്കിൽ എല്ലാ എക്സ്പെൻസും ഇൻഷുറൻസ് കമ്പനിയാണ് മീറ്റ് ചെയ്തത്, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പേപ്പർ വർക്കും അവിടുത്തെ മാനേജറാണ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ നല്ല സെൽഫ് പേര് ഗുഡ്വില്ല് ഇംപ്രൂവ് ചെയ്യും. To review the insurance claim to ensure accuracy according to agreement. റിവ്യൂ ചെയ്യാം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, പരിശോധിക്കും ഇൻഷുറൻസ് ക്ലെയിമിനെ കുറിച്ച് അതിന്റെ ആക്യുറസി ഒക്കെ ഉറപ്പുവരുത്താൻ വേണ്ടി. ഇനി എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ടോപ്പ് മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ടു റിപ്പോർട്ട് ക്രിട്ടിക്കൽ ഇഷ്യൂ ടു ദ മാനേജ്മെന്റിനോട് എന്ത് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യാം. എന്തെങ്കിലും ക്ലെയിം അവർ അക്സെപ്റ്റ് ചെയ്തിട്ട് പിന്നെ അവർ എന്തെങ്കിലും കാരണം പറഞ്ഞത് റിജക്ട് ചെയ്യാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ടു സബ്മിറ്റ് മന്ത്ലി റിപ്പോർട്ട്സ്. നമ്മൾ മന്ത്ലി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. നമുക്ക് ഇത്രയും ക്ലെയിം പാസ്സാക്കിയിട്ടുണ്ട്, ഇത്രയും പൈസ നമുക്ക് തന്നിട്ടുണ്ട്, അതേപോലെ ഇത്രയും പൈസ തരാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് മുഖേന അവർക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. To attend and organize the insurance presentation internally or externally. ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓർഗനൈസേഷൻ അകത്ത് നിന്നുകൊണ്ട് അതേപോലെ പുറത്തു നിന്നുകൊണ്ട് ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനിയൊക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് പുറത്തു നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതും ഓർഗനൈസ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. To conduct departmental meetings weekly. ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സ് വീക്കിലി കണ്ടക്ട് ചെയ്യാം, അതിന്റെ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയിട്ട് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാം. ടു മോണിറ്റർ ഇൻഷുറൻസ് ഡിസ്കൗണ്ട് ആൻഡ് റിജക്ഷൻസ്. ഇനി എന്തെങ്കിലും നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടോ, ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലെയിം റിജക്ട് ചെയ്തിട്ടുണ്ടോ, ഇതെല്ലാം മോണിറ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവിനാണ്. To make sure that insurance schemes are up to date on system. ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കീംസുകൾ മാറ്റേഴ്സ് എല്ലാം അപ് ടു ഡേറ്റ് ആണ്, കറക്റ്റ് ആയിട്ടാണ് പോകുന്നത്, പ്രോപ്പർ ആയിട്ടാണ് പോകുന്നതെന്ന് ഉറപ്പുവരുത്തണം. To provide required training to staff under supervision. നമ്മളുടെ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിനെ കുറിച്ചിട്ട് ട്രെയിനിങ്ങും അവർ നല്ല രീതിയിൽ സൂപ്പർവൈസും ചെയ്യണം. ഇനി മറ്റെന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിന് അസൈൻ ചെയ്യുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ അത് എന്ത് ചെയ്യാം, പെർഫോം ചെയ്യാം. Assume new responsibility as and when needed. ഏതെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് വരാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യുക, അത്
കംപ്ലീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവിനുണ്ട് ഓർ മാനേജേഴ്സിനുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ്സിന്റെ മാനേജേഴ്സിന്റെയും റെസ്പോൺസിബിലിറ്റീസ് ആണ് പറഞ്ഞത്. ഹോസ്പിറ്റലിൽ ഇൻഷുറൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന മാറ്റേഴ്സ് കൈകാര്യം ചെയ്യുന്നത് ഈ പറഞ്ഞ വ്യക്തികളാണ്. അവർ നല്ല രീതിയിൽ ഹോസ്പിറ്റലിലെ മറ്റ് സ്റ്റാഫുകളെയും ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ട്രെയിനിങ് കൊടുക്കണം. എന്നിരുന്നാൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ ഇൻഷുറൻസ് കമ്പനിയൊക്കെ ആയിട്ട് കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പെട്ടെന്ന് ഇൻഷുറൻസ് ക്ലെയിമുകൾ പാസ്സാക്കാൻ പറ്റുള്ളൂ. നല്ലൊരു എഫക്റ്റീവ് കൊളാബറേഷൻ കൊണ്ടുവരാനും പറ്റുള്ളൂ. അതുവഴി നമ്മുടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാം, നമ്മുടെ ഗുഡ് വില്ല് ഓർ ഇമേജ് ഓഫ് ദ ഹോസ്പിറ്റൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും പ്രശ്നം ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടോപ്പ് ലെവലിലേക്ക് റിപ്പോർട്ട് ചെയ്യാം. അവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ടോപ്പ് ലെവലിലേക്ക് റിപ്പോർട്ട് ചെയ്യാം. പിന്നെ മന്ത്ലി റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്യാം. അല്ലാണ്ട് ഇനി അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടക്ട് ചെയ്യാം. ഇൻഷുറൻസ് കമ്പനിക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അത്, ഇനി നമ്മുടെ ക്ലെയിം എന്തെങ്കിലും റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് കൈകാര്യം ചെയ്യാം. ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് എല്ലാം അപ് ടു ഡേറ്റ് ആയിരിക്കണം. നമ്മുടെ ഹോസ്പിറ്റലിലെ മറ്റ് സ്റ്റാഫുകൾ എന്നുവെച്ചാൽ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്ങും അതേപോലെ സൂപ്പർവിഷനും പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ അവർക്ക് എന്താണോ റെസ്പോൺസിബിലിറ്റി അസൈൻ ചെയ്യുന്നത് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ഇത്രയുമാണ് ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ഓർ മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസ് പറയുന്നത്. അപ്പോൾ നമ്മള് ഈ ഒരു ചാപ്റ്റർ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇപ്പൊ എടുത്ത് തീർത്തത്. നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് ഒരുപാട് ഇമ്പോർട്ടന്റ് ഒക്കെ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പോ നമ്മള് ഒന്നുകൂടി നമുക്ക് പറഞ്ഞു പോകാം. മെഡിക്കൽ ഇൻഷുറൻസ് ഓർ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് രണ്ട് രീതിയിൽ അത് പറയും. നമ്മളൊരു ആക്സിഡന്റോ അസുഖമോ വരുമ്പോ മെഡിക്കൽ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്നത് വേറൊരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ആണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും. അപ്പോ ഈ ഇൻഷുറൻസിനെ അങ്ങനെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റിന് എന്ത് വേണം? വാലിഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് വേണം. ദെൻ ഇൻഷുറൻസ് പോളിസി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ പിന്നെ പറഞ്ഞ ക്ലെയിം എന്താണ്, തേർഡ് പാർട്ടി ക്ലെയിം എന്താണ്, റിലേറ്റഡ് ആയിട്ടുള്ള പറഞ്ഞു. പിന്നെ മേജർ ഇൻഷുറൻസ് കമ്പനീസ് അല്ലെങ്കിൽ മേജർ ഫാർംസ്, ഇൻഷുറൻസ് ഫേമുകളെ കുറിച്ച് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. സാധാരണ ഒരു വ്യക്തിനെ സംബന്ധിച്ച് പോലും ആ വ്യക്തിനെ സംബന്ധിച്ച് ഏറ്റവും നമുക്ക് ഇപ്പൊ സാധാരണ വ്യക്തികൾക്ക് പോലും മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ളത് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത് വളരെ ഒരു ബെനിഫിഷ്യൽ ആണ്. കാരണം നമുക്കറിയാം സാധാരണക്കാർക്ക് ഒരു അസുഖം വന്ന് ട്രീറ്റ്മെന്റ് എടുക്കാന്ന് പറഞ്ഞാൽ അവർ നമ്മൾ സാധാരണ ചെറിയ ചെറിയ ട്രീറ്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ വലിയ വലിയ അസുഖങ്ങളോ ആക്സിഡന്റ്സോ സംഭവിക്കുമ്പോൾ നമുക്കത് മീറ്റ് ചെയ്യാനായിട്ട് പറ്റണമില്ല. സോ ഇതേപോലെ മെഡിക്കൽ ഇൻഷുറൻസോ ഹെൽത്ത് ഇൻഷുറൻസോ അവർക്ക് അവൈലബിൾ ആണെങ്കിൽ ഈ ഇത്രയും വലിയ ഫിനാൻഷ്യൽ ബേർഡൻ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. സോ അത് നല്ലതായിരിക്കും. നിങ്ങൾ ഓരോരുത്തരും ഈ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ പ്ലേസ്ഡ് ഒക്കെ ആവുമ്പോൾ നിങ്ങൾ എന്തായാലും ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ക്ലെയിം എടുക്കുക, അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞു. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമുകളെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞതായിരുന്നു സെൻട്രൽ ഗവൺമെന്റ് സ്കീമുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാണ് ബെനിഫിഷ്യറീസ്. പിന്നെ CGHS കാർഡിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ RSBY സാധാരണക്കാർക്ക് ഏറ്റവും ബിലോ പോവർട്ടി ലൈനിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തൊരു സ്കീമാണ് രാഷ്ട്രീയ സ്വസ്ഥ ബീമ യോജന എന്ന് പറഞ്ഞിട്ട്. അതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ക്ലെയിം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എൻക്വയറീസോ അല്ലെങ്കിൽ കംപ്ലൈന്റ്സോ ഉണ്ടെങ്കിൽ നമ്മൾ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അവരുടെ ഡ്യൂട്ടീസ് എന്താണ്, റോൾ എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ പ്രോസസ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ലാസ്റ്റ് ക്ലാസ്സിലെ പ്രോസസ്സിംഗ് ആണ് പറഞ്ഞത്. ഇന്ന് ആ പ്രോസസ്സിങ്ങിന്റെ ആ ചാർട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ക്ലെയിം പ്രോസസ് ചെയ്യുന്നത്, അത് കസ്റ്റമർ നമ്മൾ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു, ഹോസ്പിറ്റലിൽ ഈ ക്ലെയിം റിലേറ്റഡ് കാര്യങ്ങൾ ഇൻഷുറൻസ് കമ്പനിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇൻഷുറൻസ് കമ്പനിയാണ് അത് അപ്രോച്ച് ചെയ്യണോ, ഡിനൈ ചെയ്യണോ, അല്ലെങ്കിൽ എൻക്വയറി ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അപ്രൂവൽ ലെറ്റർ കൊടുക്കും. ദെൻ ഹോസ്പിറ്റലിൽ അപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്.
ഇനി ഏതെങ്കിലും നോൺ മോണിറ്ററി മെഡിക്കൽ എക്സ്പെൻസിന്റെ പൈസ മാത്രം പേഷ്യന്റ് കയ്യിൽ നമ്മൾ വാങ്ങിക്കുള്ളൂ. ഡിനേൽ ആണെങ്കിൽ അപ്പോഴും നമ്മൾ റിജക്ഷൻ ലെറ്റർ കൊടുക്കും. അപ്പോൾ നമ്മൾ ക്യാഷ് പേഷ്യന്റ് ആയിട്ടായിരിക്കും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഭാവിയിൽ ക്ലെയിം റീഇംബേഴ്സ്മെന്റിന് വേണ്ടിയിട്ട് അപ്പീലിന് പോകാം. ഈ ക്വറി ആണെങ്കിൽ ഇതിന്റെ ഔട്ട് ഓഫ് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടും വീണ്ടും തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് ഫാക്സ് വരും. അപ്പൊ ഹോസ്പിറ്റലിൽ നല്ല കറക്റ്റ് ആയിട്ട് ക്ലാരിഫൈ ചെയ്ത ഡീറ്റെയിൽസ് ആരോട് പറയും? ഇൻഷുറൻസ് കമ്പനിയോട് പറയും. ഇൻഷുറൻസ് കമ്പനി വീണ്ടും അത് വെരിഫൈ ചെയ്യും, അപ്രൂവ് ചെയ്യണോ റിജക്ട് ചെയ്യണോ, എന്നിട്ട് അവരത് തീരുമാനം. ഓക്കെ, പിന്നെ പറഞ്ഞത് ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ഓർ മാനേജേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഡിസ്കസ് ചെയ്തു. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. എല്ലാവരും ഈ ഒരു ചാപ്റ്റർ ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കാം. ഓക്കെ, ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കിയിട്ട് പറയാം. എന്തെങ്കിലും ഡൗട്ടോ മറ്റെന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വേഗം ഒന്ന് വായിച്ച് നോക്കാം. ചിലർക്ക് കവറേജ് അവൈലബിൾ ഹെൽത്ത് ഇൻഷുറൻസ്. ഇത് മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നോ? ഒരു മിനിറ്റ് കേട്ടോ, 1 മിനിറ്റ് എല്ലാവരും ഒന്ന് റീഡ് ചെയ്യട്ടോ. ഓക്കേടാ, എനിക്ക് തോന്നുന്നു 4th ഫെബ്രുവരിയിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. വിച്ച് ആർ ദ കവറേജ് അവൈലബിൾ ടു ദ ബെനിഫിഷ്യറീസ് ഓഫ് RSPY. അതില് എന്തൊക്കെ കവറേജ് ആണ് അവൈലബിൾ എന്നുള്ളത് നമുക്ക് പോർഷനില് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. മനസ്സിലായത് ഇത് നോക്കി കണ്ടോ? Here the coverage available to the beneficiaries of RSPY. Okay, ഇതില് സം ഇൻഷുർഡ് 30,000 വരെ നമുക്ക് കവറേജ് കിട്ടുന്നുണ്ട്. പിന്നെ പ്രീമിയം സാധാരണയായിട്ട് പ്രീമിയം എത്രയാണ്? 30 per annum നമ്മൾ പേ ചെയ്താൽ മതി. ക്യാഷ്ലെസ് ഇൻഷുറൻസ് ആണ്, ക്യാഷ്ലെസ് ഇൻഷുറൻസ്. പിന്നെ ഇത് ഏത് ഓപ്ഷൻ വന്നാലും നമുക്ക് ടിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ കാണുന്ന ഓപ്ഷൻസ് ഏത് വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓൾ ഓഫ് ദ ഗോ ആണ് ആൻസർ. ഓക്കെ, അവിടെ തെറ്റാണ് കാണിക്കുന്നത്. അപ്പൊ അത് അവരുടെ മിസ്റ്റേക്ക് ആണ്, ടെക്നിക്കൽ ടീമിൽ നിന്നുള്ള മിസ്റ്റേക്ക് ആണ്. ഞാനത് ക്ലിയർ ചെയ്തോളാം കേട്ടോ. ടെക്നിക്കൽ ഇഷ്യൂ ആണ് കേട്ടോ, എനിക്ക് അത് അറിഞ്ഞൂടാ. കാരണം ഞാൻ ഓൾ ഓഫ് ദ ഗോ ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻഷുർഡ് ഉണ്ട്, ക്യാഷ്ലെസ് ഇൻഷുറൻസ് ഉണ്ട്. ഞാൻ ടെക്നിക്കൽ ഇഷ്യൂ ആണ്, ഞാൻ ഇപ്പൊ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളാം കേട്ടോ. ഞാൻ വിചാരിച്ച ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. ടെക്നിക്കൽ ഇഷ്യൂ അങ്ങനെ വരുന്നുണ്ട് എന്ന് ഇപ്പൊ പറയുന്നുണ്ട്, ഞാനതൊന്ന് ക്ലാരിഫൈ ചെയ്തോളാം. ഓക്കെ ആണോ? അപ്പോ അങ്ങനെ ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ഓക്കെ. നെക്സ്റ്റ് ചാപ്റ്റർ ഇത്തിരി അതിശയം വലിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്.
ഇത്തിരി വലിയ ചാപ്റ്റർ ആണ്, എന്നാലും കുഴപ്പമില്ല. പക്ഷെ ചാപ്റ്റർ 8 ആണ്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. സോ നമ്മൾ ഹോസ്പിറ്റലിൽ കുറെ നമ്മൾ പറയാറുണ്ട് റെക്കോർഡ്സ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഉണ്ട്. ഹോസ്പിറ്റലിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് സൂക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയാറില്ല. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെഷനാണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിലൊക്കെ നമ്മൾ കാണുന്ന ഭൂരിഭാഗം ഹോസ്പിറ്റലും കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, അല്ലെ? കമ്പ്യൂട്ടറൈസ്ഡ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ സിസ്റ്റം ആണ് കൂടുതലായിട്ട് ആക്ട് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ ബേസിക് എന്ന് പറയുന്ന ചാപ്റ്റർ. നമ്മളിപ്പോ സാധാരണ ഹോസ്പിറ്റൽസിലൊക്കെ മുമ്പ് മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 ചാപ്റ്റർ 8 എത്രയാന്ന് നോക്കി, ഒന്ന് ചെക്ക് ചെയ്തേ. മൊഡ്യൂൾ 4 ചാപ്റ്റർ 8 അല്ലേ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്? നോക്കാം. നമുക്കപ്പോ ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയാം. അതെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് നമുക്ക് കാണുന്ന ഭൂരിഭാഗം ഹോസ്പിറ്റൽസിലും ഇൻഫർമേഷൻസ് ഇപ്പൊ സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ എന്താ പറയാ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ഒരുപാട് മാറ്റം വരുന്നുണ്ട്. പഴയ ട്രഡീഷണൽ മെത്തേഡിൽ നിന്ന് ഒരുപാട് മാറ്റം ഈ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് ബെനിഫിറ്റ്സ്, ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പഴയ പോലെ ഒരുപാട് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സ് സൂക്ഷിക്കുമ്പോൾ ഒരുപാട് റെക്കോർഡ് സൂക്ഷിക്കുമ്പോൾ പഴയ റെക്കോർഡുകൾ മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ മെഡിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൂടുതലായിട്ട് ഡീൽ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഷ്യൻസിനൊക്കെ വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ്. ഓക്കെ, നിങ്ങൾ ഇൻട്രൊഡക്ഷൻ നോക്കാം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ system provide a general source of information about a patient health history and doctor scheduling time. നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ ബേസിക് അല്ലെങ്കിൽ ഇൻഫർമേഷൻ സിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ്. നമുക്ക് ആ ഒരു പേഷ്യന്റ് ID ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മളുടെ സിസ്റ്റത്തിലേക്ക് എൻ്റർ ആവാണ്. മുമ്പ് ട്രീറ്റ്മെന്റ് എന്തൊക്കെ എടുത്തിട്ടുണ്ട്, ഇതെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ടെസ്റ്റ് ചെയ്ത റിസൾട്ടുകൾ എന്തായിരുന്നു, എന്താണ് ഡയഗ്നോസ് ചെയ്തത്, ഏത് ഡോക്ടറിനെയാണ് കണ്ടത്, അല്ലെങ്കിൽ ഏത് ഡോക്ടറാണ് ലാസ്റ്റ് ട്രീറ്റ് ചെയ്തത്, കറക്റ്റ് എല്ലാ ഡാറ്റാസും നമുക്ക് വരും. ഞാനൊരു എക്സാമ്പിൾ പറയാം, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഒരു 2-3 മാസമായിട്ടുണ്ട് എന്റെ മോളെ കൊണ്ട് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റല്, അത്യാവശ്യം പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിന് വേണ്ടി പോയി. ഞാൻ കാർഡ് എടുത്തില്ല. ആൾക്ക് കാർഡ് ഉണ്ട്, അവിടെ ഓൾറെഡി ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ട് തന്നെ അവിടെ കാർഡ് ഉണ്ട്. പക്ഷെ ഞാൻ കാർഡ് എന്തോ ഒരു അബദ്ധവശാൽ കുട്ടിക്ക് വയ്യാണ്ടായപ്പോ ആ ടെൻഷനിൽ ഞാൻ മറന്നുപോയി. അപ്പൊ എന്നോട് അവിടുത്തെ റിസപ്ഷനിൽ കുട്ടി ചോദിച്ചു, മോനെ കാർഡില്ല, പക്ഷെ ഞങ്ങൾ ഇവിടെ ആള് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്, കുട്ടിക്ക് കാണിച്ചിട്ടുണ്ട് പറഞ്ഞു. ഫോൺ നമ്പർ പറയുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തു. അപ്പൊ കുട്ടിയുടെ ആ റിസപ്ഷനിൽ എന്നോട് ചോദിച്ചു വേദാലയത്തിനല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. പെട്ടെന്നായിരുന്നു, കാരണം അവര് ഇൻഫർമേഷൻ എന്താണ് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അവര് സോഫ്റ്റ്വെയറിൽ അത് അപ്ഡേറ്റഡ് ആണ്. പഴയ പേപ്പർ മുമ്പ് ഞാൻ പോരുന്ന സമയത്ത് നമ്മുടെ ഡോക്ടർ നമ്പർ നോക്കിയിട്ട് ഒരുപാട് ഫയലിന്റെ ഉള്ളിൽ ഒരു ഫയൽ എടുത്ത് അതിൽ എന്താണ് ഒരു എന്താ പറയാ പുതിയൊരു പ്രിസ്ക്രിപ്ഷൻ പിൻ ചെയ്തിട്ടൊക്കെയായിരുന്നു മുമ്പ് പോരുന്നത്. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം അതൊരു 2-3 മാസമായിട്ടോ അപ്പൊ പോയപ്പോ ഫുൾ അപ്ഡേറ്റഡ് ആയി, അവർ കമ്പ്യൂട്ടറൈസ്ഡ് ആയി, ഇൻഫർമേഷൻസ് ഒക്കെ കുറച്ചും കൂടി ക്ലിയർ ആയി. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പൊ അവര് നമുക്ക് എന്ത് തരും, ഇത് തരുമെന്ന് വിചാരിച്ചു, പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അതിന് ഫയൽ തരുമെന്ന് വിചാരിച്ചു. അപ്പൊ എനിക്ക് പറഞ്ഞു ഡോക്ടറിനെ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഡോക്ടറിന്റെ ഇതിന്റെ ക്യാബിനിലേക്കാണ് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അപ്പോഴും എനിക്ക് ഡൗട്ടായി, ഫയൽ തന്നില്ല, കുട്ടിയുടെ ഫയൽ തന്നില്ല. ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു പക്ഷേ കുട്ടിയുടെ ഫയൽ നമുക്ക് ഫയൽ തന്നില്ലല്ലോ, ഫയൽ തരാറുണ്ടല്ലോ,
എന്ന് പറഞ്ഞു. അപ്പൊ ഇല്ല കുഴപ്പമില്ല, നമുക്ക് ക്യാബിനിലേക്ക് പോവാന്ന് പറഞ്ഞ് ഡോക്ടറെ പോയി കണ്ടു. പക്ഷെ ഡോക്ടറും ഞെട്ടിച്ചത്. കാരണം എന്താ വെച്ചാൽ ഡോക്ടറും ഒന്നും എഴുതുന്നില്ല. പഴയ പോലെ നമ്മള് എഴുതി ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതൂലേ, അതേപോലെ ഒന്നല്ല. ഡോക്ടർ ഫ്രണ്ടിൽ ഒരു ലാപ്ടോപ്പ് ഇരിക്കുന്നുണ്ട്. കുട്ടീനെ പരിശോധിക്കുന്നു. അവർക്ക് ചെവിക്ക് ഇൻഫെക്ഷൻ ആയിട്ടാ പോയത്. കുട്ടീനെ പരിശോധിക്കുന്നു. ഇന്നതാണ് ഡയഗ്നോസിസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് എൻട്രി ചെയ്യാണ്. എന്റെ സിസ്റ്റത്തിലേക്ക് എൻട്രി ചെയ്യാണ്. ദെൻ ഡയഗ്നോസിസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് മെഡിസിൻ എന്നുള്ളതും കൂടി ടൈപ്പ് ചെയ്യാണ്. ഞാൻ വിചാരിച്ചു മെഡിസിന്റെ ഇങ്ങനെ പ്രിസ്ക്രിപ്ഷൻ നമുക്ക് തരും എന്ന് വിചാരിച്ചു ഞാനവിടെ വെയിറ്റ് ചെയ്തു. പറഞ്ഞു ഇല്ല, ഫാർമസിയിലേക്ക് അയച്ചിട്ടുണ്ട്, ഫാർമസിയിൽ കളക്ട് ചെയ്തോ എന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്ന് നേരെ ഫാർമസി ചെന്നു. അപ്പൊ ചോദിച്ചു ഏതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വേദാലന്റെന്ന് പറഞ്ഞപ്പോ അവർ ഞങ്ങൾക്ക് ഒരു ടോക്കൺ തന്നു. ദെൻ ടോക്കൺ തന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോ ബില്ലിംഗ് സെഷനിലേക്ക് പോയപ്പോ ബില്ല് പേ ചെയ്ത് വന്നപ്പോഴേക്കും നമുക്ക് മെഡിസിൻ തരികയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അവിടെ പേപ്പർ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യവും അവിടെ നടന്നില്ല. പേപ്പർലെസ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഫുൾ ഇലക്ട്രോണിക്കലി അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയി ഭയങ്കര ഒരു നല്ലൊരു ഇത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ അങ്ങനെ ഒരു പ്രാക്ടിക്കൽ ഞാൻ എന്റെ വീടെന്ന് പറയുന്നത് അത്യാവശ്യം ഗ്രാമപ്രദേശത്താണ്, അല്ലെങ്കിൽ ഒരു അത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലമല്ലായിരുന്നു. എന്നാലും ഇപ്പൊ ഭൂരിഭാഗം ഹോസ്പിറ്റൽസ്, ഞങ്ങളുടെ അടുത്തുള്ള ഭൂരിഭാഗം ഹോസ്പിറ്റൽസും കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ അതേപോലെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള സ്റ്റാഫുകളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ബേസിക് ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ജസ്റ്റ് ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാനത് എന്ത് എക്സ്പീരിയൻസ് ചെയ്തു. എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇനി നിങ്ങളൊന്ന് ഇത് ഒബ്സർവ് ചെയ്യണം. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ അവിടെ എങ്ങനെയാണ് പേപ്പർ ആണോ അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് അല്ലെങ്കിൽ പേപ്പർ റെക്കോർഡാണോ അവർ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡാണോ യൂസ് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യണം. പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള റെക്കോർഡ്സ് ആണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞത് ഫയൽ ഒക്കെ വെച്ചിട്ടുള്ളതാണെങ്കിൽ അത് പേപ്പർ റിലേറ്റഡ് ആണ്. രണ്ടാമത് പറഞ്ഞ ഞാൻ പറഞ്ഞില്ല ഹോസ്പിറ്റലിൽ പോയപ്പോൾ ട്രീറ്റ്മെന്റ് അത് ഇലക്ട്രോണിക് ആണ്. പേപ്പർലെസ് അല്ല, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഓർ മെഡിക്കൽ റെക്കോർഡ് ആണ്. അത് കുറച്ചും കൂടി ഈസി ആണ്, കൺവീനിയന്റ് ആണ്, പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകില്ല. അവരുടെ കയ്യിൽ നിന്ന് ഡാറ്റാസോ ഇൻഫർമേഷൻസോ നഷ്ടപ്പെട്ടു പോകില്ല. ഓക്കെ, അപ്പൊ കുറച്ചും കൂടി സുതാര്യമാണ് എന്ന് എനിക്ക് തോന്നി, ഫീൽ ചെയ്തു. The system must keep the data in secure place and control when can get the data in certain situation. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്യൂർ ആയിട്ടുള്ള പ്ലേസിൽ അതെന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഏത് സിറ്റുവേഷനിലാണ് അത് ആവശ്യമുള്ളത് ആ സിറ്റുവേഷനിൽ നമുക്ക് അത് അക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെക്യൂർ ആയിട്ടുള്ള സിസ്റ്റം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സെക്യൂർ ആയിട്ടുള്ള പ്ലേസ് എന്ന് പറയുമ്പോൾ Okay. Hospital Management Information System is a computerized system that helps in managing clinical, financial, laboratory, inpatient, outpatient, pharmaceutical, etc. operating in a hospital. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സെഷൻ മാത്രം കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആക്കി കൺവേർട്ട് ചെയ്യില്ല. ഈ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം മുഖേന തന്നെ നമ്മുടെ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും എന്ത് ചെയ്യാണ്, കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിലേക്ക് വരാണ്. ക്ലിനിക്കൽ ആവട്ടെ, ഫിനാൻഷ്യൽ റിലേറ്റഡ് ആവട്ടെ, ലബോറട്ടറി ആവട്ടെ, ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ്, ഫാർമസ്യൂട്ടിക്കൽ എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. വിത്ത് ഹെൽപ്പ് ഓഫ് ദ hospital management information system, healthcare providers can concentrate more on providing quality healthcare to the patient. അപ്പൊ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആവട്ടെ, മെഡിക്കൽ സ്റ്റാഫ് ആവട്ടെ, അവർക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ പേപ്പർ റിലേറ്റഡ് വർക്ക്സിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് പറ്റില്ല. അപ്പൊ ഡോക്ടർക്ക് പേഷ്യന്റിനെ പരിശോധിക്കുക, ജസ്റ്റ് ഞാൻ പറയില്ല ലാപ്ടോപ്പിൽ അത് മെഡിസിൻസ് പെട്ടെന്ന് ടൈപ്പ് ചെയ്യാം. അപ്പൊ അവിടെ ടൈം ലാഗ് വരുന്നില്ല. അപ്പൊ തന്നെ മെഡിസിൻസ് ഫാർമസിയിലേക്ക് സെൻഡ് ചെയ്യാണ്. അപ്പൊ തന്നെ നമുക്ക് മെഡിസിൻസ് അവിടെ കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ക്വാളിറ്റി ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ദെൻ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റം നമുക്ക് ബെനിഫിറ്റ് തരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് മാനേജ് ചെയ്യാൻ നമ്മളെ സിമ്പിൾ ആയിട്ട് നമുക്ക് മെഡിക്കൽ റെക്കോർഡ്സ് മാനേജ് ചെയ്യാൻ പറ്റും. അവരുടെ അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ബില്ലിങ്ങിന്റെ കാര്യത്തിലാവട്ടെ, ഡയഗ്നോസിസിന്റെ കാര്യത്തിലാവട്ടെ, എല്ലാ കാര്യവും അപ് ടു ഡേറ്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഡയഗ്നോസിസ് ചെയ്തു എന്ന് വിചാരിക്കുക, എന്തെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ട് പേഷ്യന്റ് ടെസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്, ബ്ലഡ് ടെസ്റ്റോ മറ്റെന്തെങ്കിലും ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ലാബിൽ സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഡയഗ്നോസ് ചെയ്ത റിപ്പോർട്ട് നമ്മൾ ലാബിൽ അല്ലെങ്കിൽ നമ്മൾ ഈ മെഡിക്കൽ റെക്കോർഡിലേക്ക് അല്ലെങ്കിൽ ഇൻഫർമേഷനിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡോക്ടർക്കോ അതിന്റെ അതോറിറ്റി ഉള്ള വ്യക്തിക്കോ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ ഉള്ള വ്യക്തിക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അത് പരിശോധിക്കാനും ഡയഗ്നോസിസ് ഇന്ന അസുഖമാണെന്ന് കണ്ടെത്താനും പറ്റും. ഓക്കെ, എ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം helps healthcare providers in designing their operation, including managing patient health record. പേഷ്യൻസിന്റെ ഹെൽത്ത് റെക്കോർഡ് മാനേജ് ചെയ്യാൻ പറ്റും. ഈ ഇലക്ട്രോണിക് EMR-ഉം EHR-ഉം മെഡിക്കൽ റെക്കോർഡിന് രണ്ട് പേരാണ്. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് ആൻഡ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ നിന്നാണെന്ന് പറഞ്ഞോട്ടെ, പക്ഷേ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. EMR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡും EHR എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡാണ്. അപ്പൊ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡും പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോയിന്റ്മെന്റ്സ് പേഷ്യൻസിന് എന്ത് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സിനെ കാണാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബില്ലിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡയഗ്നോസിസ് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ മേജർ റോൾ ഓഫ് HIMS. എന്താണ് HIMSന്റെ ഫുൾ ഫോം? നമ്മൾ എവിടെ പറഞ്ഞില്ല അല്ലെ HIMSന്റെ ഫുൾ ഫോം. ചാപ്റ്ററിന്റെ പേര് തന്നെയാണ്, അല്ല ഒരു വ്യത്യാസമുണ്ട്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, HIMS to record information on health events and verify the quality of the service at different levels of healthcare. നമ്മൾ ഈ HIMS സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല രീതിയിൽ നമ്മൾ നല്ല ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യാം. എല്ലാ ലെവൽസിലും നമ്മൾ ഡിഫറെന്റ് ലെവൽസ് ഉണ്ട്. ആ എല്ലാ ലെവൽസിലും നമുക്ക് പ്രോപ്പർ നല്ല ക്വാളിറ്റി ഹെൽത്ത് കെയർ സർവീസ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാനാണ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ത് ചെയ്യുന്നത് വഹിക്കുന്ന റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, the importance of the patient evaluation is the part of the concept of giving important to patient views in developing quality of the health service. ഇതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന്റെ ഇവാലുവേഷൻ ആണ്. പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന സർവീസ് വെച്ചിട്ട് അവർ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. എന്താണ് നമ്മൾ കൊടുക്കുന്ന സർവീസ് അതൊക്കെ ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, നല്ല ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ബെറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയത്. കാരണം ആ ഹോസ്പിറ്റൽ മാറി, ഒരുപാട് ടെക്നോളജിക്കലി അല്ലെങ്കിൽ അവിടെ എക്യുപ്മെന്റ്സ് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ വന്നു. അത് മാത്രമല്ല ഈ ഒരു മാറ്റം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഈ ഒരു ചേഞ്ച് എന്നൊരു ബെറ്റർ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. കാരണം എനിക്ക് ഭയങ്കര മാറ്റം ഫീൽ ചെയ്തു. അപ്പൊ അങ്ങനെ പേഷ്യൻസിന്റെ ക്വാളിറ്റി ആ ഒരു പ്രൊവൈഡ് ചെയ്ത സർവീസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയി. ഓക്കെ, അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഇമേജ് അവിടെ ഇംപ്രൂവ് ചെയ്യണം. Hospital information system benefits include improving the patient satisfaction through improved communication. First ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഓരോന്ന് പറയാണ്. പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാം. നല്ല കമ്മ്യൂണിക്കേഷൻ മുഖേന പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാം. ഗ്രേറ്റർ പ്രൊവൈഡർ സെൻസിറ്റിവിറ്റി ടുവേഴ്സ് ദ പേഷ്യൻസ്. നമുക്ക് പേഷ്യൻസ് എന്താണോ അവർ ചോദിക്കുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് വേണ്ടി ആ ഒരു സർവീസ് നമുക്ക് മാക്സിമം അവർക്ക് നമുക്ക് പറ്റുന്ന രീതിയിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. നമുക്ക് കമ്മ്യൂണിറ്റി അവയർനെസ് അതേപോലെ തന്നെ ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് ഓവറോൾ ബെറ്റർ യൂസ് ഓഫ് സർവീസ് ഇൻ ഹോസ്പിറ്റൽ സിസ്റ്റം. ഇതെല്ലാം കൊണ്ട് നമുക്ക് നല്ലൊരു സർവീസ് ഹോസ്പിറ്റൽ സിസ്റ്റത്തിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരു ഡെഫിനേഷൻ പോലെ പറയാണ് ഇവിടെ, hospital care management software is a digitalized system that helps in
controlling the health information of the patient and the healthcare facility. ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ് ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലെ ഇൻഫർമേഷൻസ് പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുമാണ് നമ്മൾ ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ ചാപ്റ്റർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. ഒരുപാട് ഇൻഫർമേഷൻസ് ഹോസ്പിറ്റലിൽ നമുക്ക് ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്, കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ നല്ല സെക്യൂർഡ് ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം നമ്മുടെ ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതാണ്. സോ നമുക്ക് അപ്പൊ നല്ല രീതിയിൽ പേഷ്യൻസിന്റെ ഹെൽത്ത് ഹിസ്റ്ററി അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ നമുക്ക് ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ്. നമ്മളുടെ ക്ലിനിക്കൽ, ഫിനാൻഷ്യൽ, ലബോറട്ടറി, ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ്, ഫാർമസ്യൂട്ടിക്കൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഒരുമിച്ച് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലെയും ഇൻഫർമേഷൻസ് ഒരുമിച്ച് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻസ് കൈകാര്യം ചെയ്യുന്ന ആ ഒരു മൊത്തം സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഓർ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. പേരുകൾ മാറി ചോദിക്കാറുണ്ട്. സോ ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഷ്യൻസിനും ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. നമുക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും, പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും, ഡയഗ്നോസിസ് ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രോപ്പർ മാനേജ്മെന്റ് വരും, ബില്ലിംഗ് ആയാലും എല്ലാ കാര്യങ്ങളിലും ഒരു പ്രോപ്പർ അതിലൊരു എന്താ പറയുക ഒരു നല്ലൊരു ക്വാളിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ ഇതൊരു പുതിയതായിട്ട് വന്നൊരു ഒരു എന്താ പറയുക ഒരു ഇന്നോവേഷൻ ആണ്. ഹോസ്പിറ്റൽ മേഖലയിലേക്ക് വന്നൊരു സിസ്റ്റം ആണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇറ്റ്സ് എ കമ്പ്യൂട്ടറൈസ്ഡ് സോഫ്റ്റ്വെയർ സിസ്റ്റം ആണ്. നമ്മളുടെ ഹോസ്പിറ്റൽ റിലേറ്റ് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ആണ് നമ്മളിപ്പോ എൻ്റർ ചെയ്യുന്നത്. അപ്പോ ഇത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ്. സോ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ ബേസ്ഡ് ജസ്റ്റ് ഞാൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതേ ഉള്ളൂ. ചാപ്റ്റർ നമ്മളിപ്പോ ഈ കാണുമ്പോൾ ഇത്തിരി എളുപ്പമാണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ആദ്യം നമുക്ക് കുറച്ച് ഞാൻ ഈ ചാപ്റ്ററിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് പറയാം. നമ്മൾ പഠിച്ച ചാപ്റ്ററുകളിൽ ഇനി വരാൻ പോകുന്ന ഈ ഒരു ചാപ്റ്റർ ഇത്തിരി ടഫാണ്. എല്ലാവരും ഡെയിലി ക്ലാസ്സിൽ കയറിയാൽ മാത്രമേ ഈ ഒരു പോർഷൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പഠിപ്പിക്കാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്ത് ചെയ്യാനായിട്ട് നിങ്ങളോട് പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇത്തിരി ടഫ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ഞാൻ എനിക്ക് മുമ്പ് എടുത്ത ബാച്ചുകളിലായാലും ഈ ഒരു ചാപ്റ്റർ ടഫാണ്. സോ നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ചോദിക്കാൻ, ക്ലാരിഫൈ ചെയ്യാനായിട്ട് നോക്കണം. കാരണം ചാപ്റ്ററിന്റെ ലെങ്ത് കുറച്ച് കൂടുതലാണ്. 21 പേജസ് ആണ് ഉള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കും. ബിക്കോസ് ഇതിൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ കമ്പ്യൂട്ടർ യൂസേജ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ട് ആ ഒരു സെഷൻ കുഴപ്പമില്ല. ലാസ്റ്റ് സെഷനിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. എന്നാൽ ആദ്യത്തെ കുറച്ച് സെഷൻ കുറച്ച് തിയറി പോർഷൻസ് ആണ്. ഫുൾ തിയറി ആണ്. പാരഗ്രാഫ് തിരിച്ച് ഫുൾ തിയറി പറയുമ്പോൾ ഭയങ്കരമായിട്ട് ബോറടിക്കുകയൊക്കെ ചെയ്യും. എന്നാലും മാക്സിമം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ക്ലാരിഫൈ ചെയ്യാനായിട്ട് നോക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ അത് ആ സമയത്ത് തന്നെ ക്ലാരിഫൈ ചെയ്ത് പോകാനായിട്ട് മാക്സിമം നോക്കണം. ഇൻഫർമേഷൻ ബേസിക്കിന്റെ ഒരു പ്രത്യേകതയാണ് അത്. നിങ്ങൾ ക്ലാരിഫൈ ചെയ്ത് പോകണം. കാരണം കുറച്ച് ടഫാണ്. ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഈ ഒരു ചാപ്റ്റർ ടഫാണ്. അല്ലെങ്കിൽ മൊഡ്യൂൾ 4 ഉള്ള എല്ലാ മിക്ക ചാപ്റ്റേഴ്സും ടഫാണ്. എന്നാൽ ഈ ഒരു ചാപ്റ്റർ എക്സ്പെഷ്യലി ഇതിലൂടെ ടഫാണ് കേട്ടോ. അപ്പോ ഞാൻ മാക്സിമം ഓക്കെ 4th പാരഗ്രാഫ് അല്ലേ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഇതിന്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സിസ്റ്റം വഴി പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. നല്ല കമ്മ്യൂണിക്കേഷൻ, അതേപോലെ തന്നെ നല്ലൊരു സർവീസ് നമുക്ക് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ കമ്മ്യൂണിറ്റി അവയർനെസ് പ്രൊവൈഡ് ചെയ്യാൻ, ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ക്വാളിറ്റി സർവീസുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഒരു ഓവറോൾ ബെറ്റർ യൂസ് ഓഫ് സർവീസ് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ കസ്റ്റമേഴ്സിന് എന്താണ് ഒരു സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് ഈ ഒരു സിസ്റ്റം കൊണ്ട് പറ്റും എന്നാണ് അത് പറയുന്നത് കേട്ടോ.
ഓക്കെ, അപ്പൊ അതൊന്ന് വായിച്ചു നോക്കി എല്ലാവരും. അപ്പം സ്റ്റിഫ് ആക്കരുത്, കാരണം ഇതിന്റെ പോർഷൻ കുറച്ച് മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കണ്ടിന്യൂഷൻ കിട്ടാൻ ഇത്തിരി ടഫാണ്. പിന്നെ ഭയങ്കര വലിയ പാരഗ്രാഫുകളാണ്. അപ്പോ കേട്ടിരിക്കാം. ഇത്തിരി EMR ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് കേട്ടോ. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്, EHR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ചോദിക്കാറുണ്ട്. നിങ്ങൾ നോക്കുക. EMR ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്, EHR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ HIMS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. നിങ്ങളൊക്കെ പറയും എന്താണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നും പറഞ്ഞൂടെ? പറയാൻ പറ്റും, പക്ഷെ അവർ ഷോർട്ട് ഫോം ആയിട്ട് ഈ ഒരു വേർഡാണ് അവർ ചോദിക്കാറ്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, അപ്പൊ അത് ആ ഫുൾ ഫോമുകൾ നോക്കുക, ചോദിക്കാറുണ്ട് ഇടയ്ക്ക്. ഈ EMHR EHR എപ്പോഴും ചോദിക്കാറുണ്ട്. ഇതൊന്ന് നല്ല രീതിയിലൊന്ന് റീഡ് ചെയ്യാട്ടെ എല്ലാവരും. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അമ്പിളി കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് ഇത്രയും പോർഷൻ ഇൻട്രൊഡക്ഷൻ മാത്രം എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ EMR ഹോസ്പിറ്റൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്, EHR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഞാൻ ടൈപ്പ് ചെയ്ത് അയക്കാം. ജസ്റ്റ് ക്ലാരിഫിക്കേഷന്റെ പ്രശ്നം വരുന്നില്ലേ, അപ്പൊ ഞാൻ ടൈപ്പ് ചെയ്ത് അയക്കാം. EMR ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് കേട്ടോ. EHR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഒന്ന് എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് എഴുതിയെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഞാൻ ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ട് അമ്പിളി. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത വ്യാഴാഴ്ച നമുക്ക് നോക്കാം. അപ്പോൾ താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. താങ്ക് യു. Thank you, miss. Thank you.